വാരിക്കോസ് വെയിന് വരാനുള്ള പ്രധാനമായ കാരണങ്ങൾ എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ ജനിച്ചപ്പോൾ തന്നെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും പിന്നെ ഒബിസിറ്റി അമിതവണ്ണം കൂടുതൽ നിൽക്കുന്ന ജോലികൾ അതേപോലെ സ്ത്രീകളിൽ പലപ്പോഴും പ്രഗ്നൻസിക്ക് ശേഷം പിന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വാരിക്കോസ് വെയിൻസ് കാലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ തുടക്കത്തെ ഒരു സ്റ്റേജിലെ ആളുകൾക്ക് ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ കടച്ചിലുകൾ, വേദന, അത് കുറച്ചും കൂടെ കൂടി വരുമ്പോൾ കാല് കടച്ചിലൊക്കെ കൂടി കാലിലേക്ക് നീര് വന്ന് സ്കിന്നിന് കളർ ചേഞ്ചസ് ഒക്കെ വരും. ഒരു കുറച്ച് ഡാർക്ക് കളറാവും, കറുത്ത കളറിലേക്ക് മാറാം. ചൊറിച്ചിലൊക്കെ വന്ന് കാലിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകാം. വ്രണങ്ങൾ ഉണ്ടായിട്ട് ഉണങ്ങാത്തതുപോലെ ലോങ് സ്റ്റാൻഡിങ് അൾസേഴ്സ് ആയിരിക്കും ചില ആളുകളിൽ. പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും, വാരിക്കോസ് വെയിൻ പൊട്ടിയിട്ട് കാലിൽ ബ്ലീഡിങ് ഉണ്ടാവും. ഇങ്ങനെ പല പല ലക്ഷണങ്ങളായിട്ടാണ് വാരിക്കോസ് വെയിൻ ആളുകൾ നമ്മളെ ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. നമ്മുടെ കാലിൽ ഈ വാരിക്കോസ് വെയിൻ കൊണ്ടുള്ള ലക്ഷണങ്ങൾ വളരെ കൂടുതലാണെങ്കിലും സ്കാനിങ് പ്രകാരം നല്ലോണം അധികമായിട്ട് വാരിക്കോസ് വെയിൻ ഉണ്ടെങ്കിലും നമ്മൾ വാരിക്കോസ് വെയിൻ്റെ സർജറി പോലത്തെ ചികിത്സകൾ നിർദ്ദേശിക്കും പേഷ്യൻസിന്. സർജറി എന്ന് പറയുമ്പോൾ മുമ്പേ ചെയ്തിരുന്നത് പോലെ ഓപ്പൺ സർജറി അല്ല, ഇപ്പോൾ വളരെ കുറച്ചേ ഓപ്പൺ സർജറീസ് ചെയ്യുന്നുള്ളൂ. മിനിമലി ഇൻവേസീവ്, ചെറിയ താക്കോൽ ദ്വാരം പോലെ സൂചി കുത്തി ചെയ്യാൻ പറ്റുന്ന ചികിത്സകളാണ് ഇപ്പോൾ അധികം ചെയ്യുന്നത്. കരിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ലോക്കൽ അനസ്തീഷ്യയിൽ. അതായത് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രോഗി നമ്മൾ രാവിലെ നടന്ന് വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയർ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് നടന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റും. അതാണ് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിൻ്റെ ഗുണം. മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് തന്നെ പലതരത്തിലുണ്ട്. ലേസർ ചികിത്സയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഉണ്ട്, പിന്നെ ഗ്ലൂ ഇംപ്ലാന്റേഷൻ തെറാപ്പി ഉണ്ട്, ഒട്ടിക്കുന്നത്. വെരിക്കോസ് വെയിനെ കരിച്ച് കളയുന്ന പരിപാടിയാണ് ലേസറൊക്കെ. ഗ്ലൂ എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിനെ ഒട്ടിക്കുന്ന പരിപാടിയാണ്. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എല്ലാവരും ഇഞ്ചക്ഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത് സ്ക്ലീറോ തെറാപ്പി എന്ന് പറയും, ഫോം സ്ക്ലീറോ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഈ ഫോം സ്ക്ലീറോ തെറാപ്പി പലപ്പോഴും സർജറിയുടെ കൂടെയും ലേസറിൻ്റെ കൂടെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടിയാണ്.